മോർണിംഗ്. ഇന്ന് ഇവിടെ ആയാലോ? ലേഡീസ് ഹോസ്റ്റലാ. ഈ പെണ്ണുങ്ങൾ താമസിക്കുന്ന സ്ഥലമാകുമ്പോ എനിക്ക് ഒരു 19 എണ്ണം തങ്ങുന്ന സ്ഥലമാവുമ്പോ എന്തെങ്കിലും നേട്ടം ഉണ്ടാവാതിരിക്കില്ല, ഒരു ദോഷവും വരില്ല. വേറെന്ത് പണി? ഞമ്മളെ ചോറല്ലേന്നത്. അതൊക്കെ പറയടോ നാശമേ. ആ തുറന്ന പുളിങ്കുരു വറുത്ത പോലെ കോണ ഓണ കോണ ഓണ അല്ലേ? മീശ മീശ കള്ളൻ 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 ഓടിക്കോ ഓടിക്കോ കള്ളൻ കള്ളൻ കള്ളനറി അങ്ങോട്ട് പോയി. ഞങ്ങൾ കള്ളന്മാരല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ഈ അർദ്ധരാത്രിക്ക് ഇവിടെ വന്ന് കയറിയത്? ഞങ്ങൾക്കൊരു നാടകം ഉണ്ടായിരുന്നേ, സ്ത്രീവേഷാണേ. രാത്രി ആയതുകൊണ്ട് വഴി തെറ്റി കയറിയതാണേ. വാ പോട്ടെ നീത്തി. അങ്ങനെ അങ്ങ് പോകാതെ. വലിക്കില്ലേ വലിക്കരുത്. എന്താ ചെയ്യണേ? വലിക്കില്ലേ കുട്ടികളെ. കുട്ടിക്ക് സാരി ഇഷ്ടായെങ്കിൽ സാരി എടുത്തോളൂ. ഞങ്ങൾക്കല്പം ക്ഷീണുണ്ടേ, നാടാൻ കഴിഞ്ഞു വരികയല്ലേ. വാടി പോകാൻ വരട്ടെ. ഇല്ല കുട്ടി, ഉണ്ടെങ്കിൽ കാണില്ലേ? ഇല്ലെന്നല്ലേ പറഞ്ഞത്? മതി മതി, സമയങ്ങളിൽ പോലീസിന് ഫോൺ ചെയ്യ്. അതിന് പോലീസിന് ആവശ്യമുണ്ടെന്ന് തോന്നില്ല. വാ. കൂട്ടം കെട്ടിയ നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ശരിയാ. ഇത് കണ്ടോ, ഇപ്പൊ 10 പൈസക്ക് പോലും ഗതിയില്ലാതായി. കൂട്ടത്തിൽ കൂടണ്ട, താൻ പോക്കോ. തന്നെ ആരെങ്കിലും പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നോ? ഇതാണ് പീസായി. ഓ, ഇല്ലെങ്കിൽ 500 രൂപ കിട്ടുമായിരുന്നു. ഓട്ടെ, ചായക്കുള്ള കാശ് കിട്ടുമല്ലോ. അടിച്ചു മാറ്റിയാലോ? ഈ പോസ്റ്റിലെ ബൾബ് കത്തുന്നുണ്ടായിരുന്നോ? അത് ഇന്നലെ രാത്രി കത്തിയിരുന്നല്ലോ. പക്ഷെ കത്തുന്നില്ലെന്ന് കംപ്ലൈന്റ്സ് ഉണ്ടായിരുന്നല്ലോ. ചിലപ്പോ ഫീസായിരിക്കും. ഒരു ബൾബ് പീസാവാൻ ഒരു ദിവസം. അസിസ്റ്റന്റ് ബൾബ്. യെസ്, കം ഓൺ. മാറ്റിയില്ലേ? പൊട്ടി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങി പോയല്ലോ. അതെ, ഇതേ വകുപ്പിൽ തന്നെ വേറൊരു ലൈനുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ചെമ്പുണ്ടപ്പോ കൊടുത്താൽ എണ്ണി വാങ്ങാം. ചിലക്കാടോ, ചിലപ്പോ കമ്പി എണ്ണി കിടക്കേണ്ടി വരും. എന്താ ഇത്? മനസ്സിലായില്ല? എന്ത് മനസ്സിലാക്കാൻ? ചെമ്പ്, കമ്പി, 2 ആളുകള്. ഇത് ലൈൻമാൻ നാരായണൻ. നമ്മളാരാ? അത് ശരി. അപ്പം ബോർഡിൽ ആരും പരിചയമില്ലല്ലേ? ഏത് സെക്ഷനിലാ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ. ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. തമ്പാനൂരാ. ഫ്രഷ് അപ്പോയിന്റ്മെന്റാ. അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റിനെ പറ്റി കേട്ടിട്ടില്ലല്ലോ. കഷ്ടം. ഈ രാജ്യത്ത് നടക്കുന്ന യാതൊരു സംഭവവികാസങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ലല്ലോ സുഹൃത്തെ. PSC ലിസ്റ്റിൽ പേര് വന്നിട്ടും അപ്പോയിന്റ്മെന്റ് കിട്ടാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ നടത്തിയ നിരന്തര സമരത്തിന്റെ ഫലമായി ഹൈക്കോടതി വിധി സമ്പാദിച്ചത് വൈദ്യുതി വകുപ്പിൽ പറ്റിക്കൂടിയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലെന്നോ? എവിടെ? ഇതൊക്കെ ശമ്പളം വാങ്ങി തിന്നല്ലാണ്ട് പത്രം വായിക്കുന്ന പതിവില്ലല്ലോ. അതെ. അവന്മാര് തന്നെ സംശയിക്കണ്ട. കഴിവേറി കള്ളന്മാര് ഹോൾസെയിലായിട്ട് ഇറങ്ങിയിരിക്കുക. ഇനി ഇവന്മാരെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല. ഓർഡർ ഫോമില്ല, സാധനം കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളൊക്കെ ലൈൻമാൻമാരല്ലേ? അതെ. പിന്നെ താനെന്താ വകുപ്പ് മന്ത്രിയെ പോലെ സംസാരിക്കുന്നത്?
എന്തുവാടോ ഇത്? വീശ, വീശ. അവിടെ നാട്ടുകാർ ഇരിക്കപ്പുറത്ത് തരുന്നില്ല. എളുപ്പം പോയി ലൈൻ നന്നാക്ക്. സാറന്മാര് ഇയാൾ എവിടുത്തെ കാരണോ പുതിയ ഓവർസിയർമാരെ അറിയില്ലേ? ഞങ്ങളെയോ പോട്ടെ. ഡോ, കൊണ്ടുപോയി ലൈന്റെ പ്രശ്നം തീർക്കടോ. ശരി, സാർ. കുറച്ച് സംസാരം, കൂടുതൽ പ്രവൃത്തി. ശരി സാർ. ആ, ഡോ 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 ഇങ്ങ് വന്ന്. അങ്ങട് നീങ്ങ്, നീക്ക്. ഈ മാനന്തവാടിയിലും ഇരിട്ടിയിലും ഒക്കെ കറണ്ട് ആഫീസ് ഉണ്ട്, ഓർമ്മ വേണം. അങ്ങോട്ട് പോണെന്നുണ്ടോ? വേണ്ട സാർ. ഉണ്ടോ? ആ രൂപ കിട്ടും. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. ഇവിടെ എത്രയേ കിട്ടും? ഇതും പേര് ദുനിയാവ് മുഴുവൻ നടന്നുകൂടാഞ്ഞിട്ടാ. ഒരു മര്യാദ വില ഒന്നൂടെ. 10 രൂപയുടെ തരാം. ഒരു 300 രൂപ ശനെ. സാധനം വേണ്ട, എടുത്തോണ്ട് പൊയ്ക്കോ. അങ്ങനെ ഒഴിഞ്ഞാലോ ചേട്ടാ, ഞാൻ സംസാരിക്കാം. എത്ര കിലോ ഉണ്ട്? 9 കിലോ. 9 കിലോ ആവുമ്പം 14 40 ഗുണം 750 രൂപ എടുക്കും. എനിക്ക് സാധനം വേണ്ട, എടുത്തോണ്ട് പൊയ്ക്കോ. ഞാൻ പറഞ്ഞില്ല എന്റെ അമ്മായിരം മകനെ കൊടുക്കുന്നത് 800 രൂപ അവിടെ. 800 രൂപ കിട്ടും. ചേട്ടൻ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. വേണ്ടെങ്കിൽ വേണ്ട, സാധനം എടുക്കട്ടെ. വേണ്ട വേണ്ട, കൊണ്ടുപോണ്ട, പണം ഞാൻ തരാം. ആ അങ്ങനെ വഴിക്ക് വാ. ഓക്കെ എടുത്തോ. അല്ല അവര് വന്ന് നമ്മളെ നമ്മളെ കമ്പിയിലേക്ക് അയാളെ കൊടുക്കാം. പോയി പിടി. ആ, ആ, കൈവിട് കൈവിട്. കാശെടുക്ക്. ചേട്ടാ എന്താ ഇത്? ഓടി വരുമ്പോ കാശ് എടുത്തരുന്ന ബാങ്കോ? ഉണ്ടല്ലോ നമുക്ക് കാശ് കൊടു. കൂടെ കള്ള. പിന്നെ പാടുവിട്ട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ചൂണ്ടിയതാ. നിങ്ങൾ അവിടെ ഒന്ന് നാടൻ കളിച്ചപ്പോ ആർക്കും ഇല്ലാണ്ട് പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ മിണ്ടാണ്ടിരുന്നത്. കമ്പി പൊട്ടിച്ചെടുത്തേ അവസരോചിതമായി ഞങ്ങൾ രണ്ടുപേരും നാടകം കളിച്ചിട്ടാ നിങ്ങൾ അടി കൊള്ളാൻ രക്ഷപ്പെട്ടത്. എന്നിട്ട് നമുക്കിട്ടൊരു പാരയോ? ഇപ്പൊ നിങ്ങളാ ഞങ്ങൾക്കിട്ട് പാര പണിഞ്ഞത്. പൊന്ന് ഹബീബെ, കാലിച്ചായക്ക് വകല്ലാഞ്ഞിട്ടാ നമ്മളെ കമ്പി അടിച്ചേ. അത് നമ്മളെ പൈസ തന്നിട്ട് പോണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അവിടെ ഒന്ന് പോവോ? ഒരു കാര്യം ചെയ്യ്, ഇത് പകുതിയെങ്കിലും ഞങ്ങൾക്ക് താ. 50-50. 50-50. 50-50. ഇക്കാര്യം നേരത്തെ ആലോചിക്കാൻ എന്താ? അതങ്ങനെ പറ്റിപ്പോയി അണ്ണാ. എന്തൊക്കെയായാലും നമ്മൾ ഒരേ വർഗമല്ലേ. കണ്ടോ കണ്ടോ അണ്ണന്റെ ഒരു വർഗബോധം. അതെ, അതെ, കള്ളൻ. നമ്മൾ 4 പേരും ചേർന്ന് കളിച്ചത് കൊണ്ട് ഈസി ആയിട്ട് സാധനം അടിച്ചു. വില കുറച്ച് പറഞ്ഞ കടക്കാരൻ നമ്മൾ 4 പേരും കൂടി ചേർന്നപ്പം കൃത്യമായ വില തന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. ഐക്യമത്യം മഹാബലം. കറക്റ്റ്. കൂട്ടായ പരിശ്രമം, തൊഴിലിനോടുള്ള ആത്മാർത്ഥത, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടാം. പറഞ്ഞത് മനസ്സിലായില്ലോ? മനസ്സിലായി. കളവ് ചതിയും വഞ്ചനൊന്നും ഇല്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുക. അതിന് ഈ കള്ളന്മാരെ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാം. എന്നാൽ ഈ നിമിഷം മുതൽ നമ്മൾ ഒറ്റക്കെട്ട്. അത് കൊള്ളാമല്ലോ, എനിക്ക് കിട്ടിയ പുതിയത്. പിന്നെ വേല ഇറക്കാൻ ഇത് എനിക്കായിട്ട്. എന്റെ പഴവങ്ങാടി ഗണപതി, ഇയാള് നുണ പറയുന്ന കേട്ടില്ലേ? എന്തൊരു കഷ്ടം. താനല്ലേടോ നോണ പറഞ്ഞത്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ നുണ പറഞ്ഞിട്ടില്ല. എന്താ നട റോഡിൽ ഒരു ഹേയ്, ഒന്നുമില്ല, എന്റെ അമ്മാവനാ. വളരെ കാലമായി കണ്ടിട്ട്. ഞാൻ അമ്മായിയുടെ വിശേഷം നോണ പറയുവാ. എനിക്ക് ഇവിടുന്ന് ഒരു പൊതി കിട്ടി, അത് ഇവൻ തട്ടിപ്പറിച്ചു. പൊതിയോ? നോക്കട്ടെ. വേണ്ട, ഇത് ഞങ്ങൾ തമ്മിൽ ആയിക്കൊള്ളാം. പൊതു ദർശനത്തിന് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളാവണ്ട സാറേ, എന്നെ ഒന്ന് സഹായിക്കണം. അതെ, അതുകൊണ്ടാ എനിക്ക് സമയമുണ്ടായിട്ടല്ല. സമയമില്ലാത്തവൻ പോണ. ഹേ, അങ്ങനെ പോവല്ലേ കുഞ്ഞെ, ഇതൊരു തീരുമാനമാകണം. അല്ലെങ്കിൽ ഞാൻ ഇടപെടാം. ഇടപെടണ്ട. ഇടപെട്ട് പോയി. ഇടപെട്ടെങ്കിൽ ഇടപെടരുത്. ഇടപെടാൻ പാടില്ല. മൈ ഗോഡ്, ഗോൾഡ് ചെയിൻ. അയ്യോ, ഇത് പോലീസിൽ ഏൽപ്പിക്കേണ്ട അയ്യോ, കേസാ. വേണ്ട. അമ്മാവനെ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. എങ്കിൽ 2 പേർക്കും പകുതി പകുതി. എങ്കിൽ ചെയിൻ എനിക്ക് പകുതി കാശ് ഇയാൾക്ക് കൊടുത്തോളാം, അല്ല അമ്മാവന് കൊടുത്തോളാം. അത് പറ്റില്ല. സ്വർണ്ണം എനിക്ക് വേണം. പകുതി പൈസ ഞാൻ അങ്ങോട്ട് കൊടുത്തേ. അത് നടപ്പില്ല. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ആ. നമുക്ക് ആദ്യം ഈ ചെയിനിന്റെ വില എത്രയാണെന്നറിയാം, എന്നിട്ട് എന്നിട്ട് തീരുമാനിക്കാം. വാ. ആ